നിങ്ങൾ രണ്ടുപേരും ഒരു ടീനേജ് കാലത്തിൽ ഇങ്ങനെ തുടങ്ങി. അപ്പൊ നമ്മൾ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ആ ഒരു മുഖങ്ങൾ മനസ്സിൽ പതിഞ്ഞിട്ട് ഇപ്പോഴും വലുതായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ ഒരുപാടുണ്ട്. ഇപ്പൊ മാത്യുവിന്റെ ലുക്ക് തന്നെ ഇപ്പം മാറിയിട്ട് ഇങ്ങനെ മീശ മാത്രം വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു ലുക്ക് മാറുന്നു, ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിനനുസരിച്ച് മാറുമ്പം അത് എപ്പോഴും ഈ ചെറുപ്പം മാത്രമാണ് മനസ്സിലെന്ന് പറയുന്ന പ്രേക്ഷകരുണ്ടല്ലോ, ആ ഒരു ഷിഫ്റ്റിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാനിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു കോൺസ്റ്റബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴായാലും ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഷഹദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അപ്പോൾ പ്രകാശൻ ബർക്കട്ടിൻ്റെ ഡയറക്ടറാണ്. പക്ഷെ അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ, ഓക്കെ ആയിരിക്കും. അപ്പം എന്നെ പുള്ളി ആക്ച്വലി കാണിച്ചു തന്നു. അപ്പോൾ ആക്ച്വലി ഡ്രൈവേഴ്സ് ആയിട്ടൊക്കെ കയറുന്ന പോലീസിൽ ഡ്രൈവേഴ്സായിട്ട് കയറുന്നവർ ഈ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് 21, 22, 23 വയസ്സൊക്കെ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് നമുക്ക് നേരെ PSC എഴുതി അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു ഇതാണ്. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്രയും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, 22, 23 ഉള്ള ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഓ ശരി, ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ഓഡിയൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്നെ ഞെട്ടിച്ചു. അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഈ പൂജയുടെ സമയത്തുള്ള 2-3 വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഒരു ഇത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, CPO ആയിട്ടാണെങ്കിൽ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആക്ച്വലി കുറച്ച് പോലീസുകാരുണ്ട്. അപ്പോൾ അതിൽ 2-3 ചേച്ചിമാരുണ്ട് ASI ആയിട്ട്. അവർ ആക്ച്വലി ASIമാരാണ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടേഴ്സാണ്. അപ്പോൾ ഈ 2 സാറുമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മാത്യു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസാന്നൊക്കെ അറിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു, തണ്ണീർമത്തൻ, അയ്യോ കുട്ടി എങ്ങനെ പോലീസൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിലെ കണ്ടപ്പോൾ കറക്റ്റ് ആട്ടോ, നമ്മുടെ ക്യാമ്പിലുള്ള കറക്റ്റ് പിള്ളേരെ പോലെ തന്നെ ഈ കറക്റ്റ് ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പിള്ളേരെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര അപ്പം എനിക്ക് ഭയങ്കര പോലീസുകാർ തന്നെ ഓക്കെ, ഇത് നമ്മളിങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്രൂവ്ഡ് ആണ്. അതെ, അപ്രൂവ്ഡ് ആണ്.